1989 മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി MDയുടെ രചനയിൽ ഹരിഹരൻ സാർ സംവിധാനം ചെയ്ത് സൂപ്പർ ഹിറ്റ് ചിത്രമായ വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിന്റെ തികച്ചും വ്യത്യസ്തമായ ഒരു ഹാസ്യാവിഷ്കാരം. അത്താഴ പ്രശ്നക്കാരുണ്ടോ? ഹോ, നാണയില്ലേടോ 2026 ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടിരിക്കാൻ. പോയി വല്ല പണിയെടുത്ത് ജീവിക്കടോ. പിന്നെ ചോദിച്ചത്? ചോദിക്കുന്നത് ഞങ്ങളുടെ ഒരു പാരമ്പര്യം. അവ പറയണത് ഞങ്ങളുടെ ഒരു പാരമ്പര്യം. വെറുതെ എന്നെ കൊണ്ട് ഉടവാൾ എടുപ്പിക്കരുത്. നിങ്ങൾ ഇത് കേൾക്കണം. ഇന്നാണ് ഞാൻ കാത്തിരുന്ന ദിവസം. എന്റെ മകൻ ആരോമലുണ്ണിക്ക് 21 വയസ്സ് തികഞ്ഞിരിക്കാം. അവന് വിട്ടിട്ട് വേണം ആ ചതിയൻ ചന്തുവിനെ ഒരു പാഠം പഠിപ്പിക്കാൻ. ദാ വരുന്നല്ലോ എന്റെ മോൻ. അംഗത്തിന് പോയിട്ടുള്ള വരവാ. ഇത് ആരെ കൊല്ലുന്ന കാര്യമായി പറയുന്നേ? അയ്യോ അമ്മ, ഞാനേ പബ്ജി കളിക്കായിരുന്നു. നീ ഇങ്ങനെ പബ്ജിയും കളിച്ച ആളെയും കൊന്ന് നടന്നോ? എങ്ങനെ കൊല്ലാതിരിക്കുമേ? അതല്ലേ നമ്മുടെ തറവാട്ട് പാരമ്പര്യം. തറവാട്ട് പാരമ്പര്യം കാക്കാനേ അംഗത്തിൽ ഇറങ്ങിയാ കൊല്ലണ്ടുള്ളത്, അല്ലാതെ പബ്ജിയിലല്ല. അതുകൊണ്ട് ഞാൻ ഉയിരോടെ ഇരിക്കണം. ഓ, ഇതെന്താണ്? പൂഴിക്കടകന് പോയിട്ട് പൂഴിയായിട്ടാണോ വന്നേക്കുന്നേ? അയ്യോ, ഇത് പൂഴിയല്ല, ഇത് അംഗനവാടി നിന്നിട്ട് അമൃതം പൊടിയാ. അപ്പൊ നീ അംഗത്തിന് പോയതല്ലേ? പിന്നെ അംഗത്തിന് പോയി. അമ്മക്ക് അങ്ങനെ പറഞ്ഞാൽ മതി. അംഗത്തിന് പോയി കഴിഞ്ഞാൽ വെട്ടുകൊണ്ട് ഓടേണ്ടി വരും. ഇതാകുമ്പത്തേക്ക് ഫ്രീ ആയിട്ട് അമൃതം പൊടി കിട്ടും. ടീച്ചറെ വായി നോക്കാം. നിനക്കൊരു കാര്യം അറിയോ? നിനക്കിന്ന് 21 വയസ്സ് തികഞ്ഞിരിക്കാം. എനിക്ക് 21 വയസ്സായ? അതെ. അപ്പൊ ബിവറേജിൽ പോയി ക്യൂ നിൽക്കാലോ. മോശം. എടാ മൊണ്ണേ, അമ്മേ നീ പോയി ആ ചതിയൻ ചന്തുവിന്റെ തലയർത്ത് കൊണ്ടുവരണം. എന്നിട്ട് ആ രക്തം കൊണ്ട് വേണം അമ്മയ്ക്ക് മുടി കെട്ടാൻ. അമ്മക്ക് മുടി കെട്ടാനായിട്ടുള്ള ഹെയർ ബാൻഡ് മേടിച്ചാ പോരെ? ഇവരത് മനുഷ്യൻ ചേർച്ചിന് മണ്ണ് വെച്ചാനായിട്ട് പോരാ. ഈ പുത്തൂരം വീട്ടിൽ ഉണ്ണിയാർച്ച ഒരു തീരുമാനമെടുത്താൽ അതിൽ മാറ്റമില്ല. എനിക്ക് അയാളുടെ ചോര കൊണ്ട് തന്നെ മുടി കെട്ടണം. ഇതെന്റെ ശപഥമാണ്. വള്ളിയായില്ല ഈശ്വര. ഞാൻ ഒറ്റ വഴിയുള്ളൂ. അമ്മ ഒന്ന് തിരിഞ്ഞ് ഞാൻ സത്യം പറയട്ടെ. എന്താ? അമ്മക്ക് മുടി വെച്ചിടണ ഞാൻ ഭംഗി. നീ വെറുതെ വിഷയം മാറ്റാനൊന്നും നോക്കണ്ട. അമ്മേ, ഇത്ര കൊല്ലമൊക്കെ ആയില്ലേ, പുള്ളി ഫീൽഡ് ഔട്ട് ആയി കാണും. അയാള് ഫീൽഡ് ഔട്ട് ഒന്നും ആയിട്ടില്ല. അയാൾ ഇന്നലെയും കൂടി വാട്സപ്പിൽ എനിക്ക് 2 അരയണങ്ങൾ ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചതേ ഉള്ളു. അമ്മ എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ പുള്ളിനെ കൊല്ലാൻ പോണില്ല. ഇനി അത്ര നിർബന്ധമാണെങ്കിൽ കുറച്ച് പൊൻപണങ്ങ നമുക്ക് പുറത്തുനിന്ന് പിള്ളേരെ വെക്കാൻ കൊട്ടേഷന്. ആ തല വെട്ടലോ എന്താന്ന് വെച്ചാവാന്ന്. എനിക്ക് എന്റെ മകൻ തന്നെ ആ കർമ്മം ചെയ്യണം. എന്റെ 2 കൂട്ടുകാരല്ലേ, വിഘ്നേഷും ജിഷ്ണു. അമ്മക്ക് എങ്ങനെ അവരോട്? അയ്യോ, അവരെന്റെ മക്കളെ പോലെ തന്നെ. എന്നാ പിന്നെ നമുക്ക് അവരെ വെച്ചിട്ട് പണി നടത്തിയാലേ? ഇതിനാണോടാ നിന്നെ ഞാൻ 18 അടവും പഠിപ്പിച്ചേ? അമ്മ 18 അടവും പഠിപ്പിച്ച്. പക്ഷെ 19ാമത്തോടെ അമ്മ തെറ്റിച്ച്. അതേ തടവ് മറന്നല്ലേ? ഇൻസ്റ്റാഗ്രാമില് റീൽസ് കൊണ്ടാനായിട്ട് ഐഫോൺ മേടിച്ച് ഓർക്കണ്ട, അതിന്റെ അടവ്. ആ സ്റ്റാഫ് ഇന്നലെയും കൂടി എന്നെ വിളിച്ച് തെറി പറഞ്ഞോളൂ. ഞമ്മയുടെ അടവൊന്ന് പുള്ളിയെടുത്ത് നടക്കുന്ന എനിക്ക് തോന്നല്ലോ കേട്ടോ. ആ ബാധ്യതകളൊക്കെ ഇനി എന്റെ മകൻ വേണം തീർക്കാൻ. അതൊക്കെ ഞാൻ അങ്ങോട്ട് കൈമാറാം. ഓ, ഇങ്ങനെ കൈമാറിയാ മതിയില്ല. ഇതൊക്കെ തീർക്കാനായിട്ട് നിങ്ങൾ എന്തോ ഉണ്ടാക്കി വെച്ചേക്കൂടാ? എന്ത്? നിനക്കും നിന്റെ തലമുറകൾക്ക് 4 നേരം കഴിയാനുള്ള വകയാ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതെ, 4 നേരം നിന്ന് തല്ലുകൊണ്ട് കഴിയാനുള്ള വക ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ശരിയാക്കാം. നീ ആദ്യം പോയി ആ ചതിയൻ ചന്തുവിന്റെ തലയർത്ത് കൊണ്ടുപോവാ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ തലയർക്കണമെങ്കിൽ നല്ലൊരു ഉടവാളെങ്കിലും ഉണ്ട് ഇവിടെ. നിന്റെ പിറന്നാളിന് വാങ്ങിച്ചു തന്നതോ? കഴിഞ്ഞ പിറന്നാളിന്? അത് ഞാൻ അപ്പുറത്തെ ഷവർമ കടക്കാരന് വാടകയ്ക്ക് കൊടുത്ത്. അങ്ങനെയെങ്കിലും ഒന്ന് ഇറച്ചി കാണട്ടെ എന്ന് വെച്ച്. പിന്നെ ഫ്രീ ആയിട്ട് പുള്ളി ഷവർമേന്ന് തരും. തിന്നു മുടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ജന്മം. നീ പോയി അയാളുടെ തലയെറിഞ്ഞു കൊണ്ടുവന്ന നിനക്ക് ഞാൻ വാങ്ങിത്തരാം ഒരു ഷവായ. അങ്ങേരുടെ വെട്ടുകൊണ്ട് ഞാൻ ഷവായി കഴിഞ്ഞ ഷവായിക്ക് വേസ്റ്റ് അല്ലേ അമ്മ? എങ്കിൽ 2 അൽഫാം മന്തി ആയാലോ? അൽഫാമോ? അവസാനം മാറ്റി പറയരുത്. ഇല്ല, വാങ്ങി തന്നിരിക്കും. ലോകനാഥ് ബെഹ്റയാണ് സത്യം. ലോകനാഥ് കാവിലമ്മേ. പിന്നെ അയാള് കൊച്ചിയിൽ എവിടെ രഹസ്യമായിട്ട് താമസിച്ചിരിക്കുന്നെന്ന് അറിയാൻ കഴിഞ്ഞ ആ ലൊക്കേഷൻ അമ്മ നിനക്ക് വാട്സപ്പ് ചെയ്തേക്കാം. മോൻ അങ്ങോട്ട് പോയിക്കോ. നമുക്ക് ലൊക്കേഷൻ എവിടെ കിട്ടി? അതെനിക്കൊരു ചാരം വഴി കിട്ടിയതാ. നമുക്ക് ചാരൻ സ്പൈ. ഇന്നാ വഴിച്ചെലവിനും ആഹാരത്തിനും ഈ പൊൻപണ ഇരിക്കട്ടെ. നന്നായി വാ. ചേട്ടാ എത്രയായി? 200 രൂപ. റേഞ്ച് ഇല്ലല്ലോ ചേട്ടാ. ഇവിടെ പൊൻപണം എടുക്കോ? പൊൻപണം എടുക്കൂല, ക്യാഷ് അല്ലേ ഗൂഗിൾ പേ. എന്താ ഉടായിപ്പുണ്ടല്ലേ? എന്തായി കാണിക്കണം?
കണ്ണാ കീഴിറങ്ങപ്പാ. കണ്ണനാ കീഴിറങ്ങപ്പാ. കീഴിറങ്ങി താമസം അങ്ങോട്ട്. ഇയാള് ഇത്രക്കാരനാണ്. എങ്ങനെയും ഒന്ന് എസ്കേപ്പ് ആവണല്ലോ. ഒറ്റ വഴിയുള്ളൂ. അക്കൗണ്ടിൽ 200 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നന്ദിയുണ്ടേ. അതെന്താ? അല്ല നീട്ട് 200 രൂപ കിട്ടിയതാ. അതെ, പ്രാക്ടീസ് ചെയ്ത് വന്നുള്ളേ. മമ്മൂട്ടിയുടെ സൗണ്ട് കറക്റ്റ് ആയതുകൊണ്ട് ഒരു ഡൗട്ട് തോന്നിയില്ല. അടുക്കള എവിടെയെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. അപ്പൊ സ്ഥിരാണല്ലേ? അല്ല നിന്നെ ഇവിടെ നിന്ന് കണ്ടിട്ടില്ലല്ലോ. നിന്റെ പേരെന്താ? ഞാൻ പുത്തൂരും വീട്ടിൽ ഉണ്ണിയാർച്ചയുടെ മൂത്ത പുത്രൻ അൽഫോൺസ് പുത്രൻ. എന്താണ്? അല്ല, ആരോമലുണ്ണി. പൈസ ഒന്നും വേണ്ട, നീ പൊക്കോ. അയ്യോ തല പോകാതെ രക്ഷോട്ട് ഭാഗ്യം. അല്ല, താങ്കളെ ഞാൻ എവിടെ കണ്ടിട്ടില്ല. പണ്ട് ഈ കളരിയായിട്ട് വല്ല ബന്ധം? അയ്യോ സാറേ, എന്റെ പേര് ജോസഫ് കുരുവിള. ഞാൻ അവിടെ ഒന്നും വന്നിട്ടില്ല. ഞാനിവിടെ ഒരു ബേക്കറി കട നടത്തുന്നു. അച്ഛനപ്പൂമാരുള്ള ബിസിനസ്സാ. പോട്ടെ സാറേ. പുത്തൂരും വീട്ടിൽ ഉണ്ണിയാർച്ചയുടെ മുറച്ചെറുക്കാൻ ചന്തു പി സി ഇല്ലെന്നാ കണ്ടുപിടിക്കലെന്ന് വിചാരിച്ചോ? ചെറുതായിട്ട് അംഗത്തിന് വന്നാണ് ഞാൻ. എടാ എനിക്കൊന്നും തീരെ സമയമില്ല. പോയിട്ട് അടുത്ത വെള്ളിയാഴ്ച ശരി. അല്ല, പോയിട്ട് അടുത്ത വെള്ളിയാഴ്ച ഞാൻ ദൂരദർശനിൽ ചിത്രഗീതമൊന്നുമല്ല. എന്റെ അച്ഛന്റെ കാലത്തെ കോമഡിയാ. എനിക്കിതൊന്നും കേട്ട് കേൾക്കാൻ നേരമില്ല. പോയിട്ട് എനിക്ക് വേറെ പരിപാടികളുള്ള. കുളിച്ച് റെഡിയിട്ട് അങ്കത്തട്ടിലേക്ക് പോകാൻ ഞാൻ അവിടെ ഉണ്ടാവും. എടാ കുളിച്ച് റെഡിയായിട്ട് അംഗത്തല്ലേ വരെ എന്റെ കുഞ്ഞമ്മളുടെ കല്യാണം ഒന്നും അല്ല, തലയിറക്കാനല്ലേ. എനിക്ക് വരാൻ സൗകര്യമില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റൂല. എന്റെ പ്രസ്റ്റസ്. എന്താണ് പ്രസ്റ്റസ്? സംഭവിച്ചില്ല അണ്ണാ, മറ്റേ പ്രഷർ കുക്കറിന്റെ ഒരു പേരുണ്ടല്ലോ. ജാക്സൺ. അതല്ല, പി വെച്ചിട്ടൊരു പേര്. ഫിലിപ്സ്. പ്രസ്റ്റീജിഷ്യോ. അതായിരുന്നാ? എടാ നാട്ടുകാരും പാണന്മാരും വെറുതെ പറഞ്ഞിട്ടുണ്ടാകണം അതിനെ പറ്റി. നിനക്ക് ഈ ചന്തുവിനെ പറ്റി എന്തറിയാം? മാറാൻ ഉറുമി വെച്ചപ്പോൾ ഒരു മിസ്സിനോട് സീരി കൊടുത്തും ചന്തു. മുള്ളാണി മാറ്റി മുളയാണി വെക്കാൻ കൊല്ലന്റെ ഗൂഗിൾ പേയിൽ റിക്വസ്റ്റ് വെച്ചും ചന്തു. പിന്നെയും എന്തൊക്കെ പാടി നടക്കുന്നുണ്ട് പാണന്മാർ നിങ്ങളുടെ നാട്ടിൽ. പിന്നെ താനെ കുളിക്കടവിൽ ഒളിഞ്ഞു നോക്കിയതും അവിടെ കെട്ടിട്ട് തല്ലിയതും എല്ലാ നാട്ടിലും പാട്ടാ. കംപ്ലീറ്റ് ഹിസ്റ്ററി അറിഞ്ഞില്ല. ഇനി മറ്റെടുക്കാം. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. അതെ, ചന്തു ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു. അച്ഛന്റെ കാലത്ത് കോമഡിയാ. അതെ, വേണ്ട വേണ്ട, ഈ ആരോമൽ അരിയാൻ വന്ന അരിഞ്ഞിട്ടേ പോവും. എന്നൊരു കാര്യം ചെയ്യാം, അങ്ങോട്ട് സവാളയും വെച്ചോണ്ട് എടുത്തുണ്ട്, അതായിരിക്കാം. അല്ലേ, ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ പണി എടുപ്പിക്കണ. തന്റെ തലരിയണ ആരെയും ഞാൻ പറഞ്ഞു. ഓടാ ചുമ്മാ ഒരു മാതിരി. അല്ല എന്താ ടൈപ്പറാണോ പുറകിൽ? അല്ല, ഇത് ട്രൈപ്പോഡല്ല, എന്റെ സേവനാഴിയാ. സേവനാഴി? ഞാൻ ഇടിയപ്പം ഉണ്ടാക്കണ. അല്ല, മറ്റേ അമ്പമില്ലൊക്കെ വിടാനേ. എടാ അത് ആവനാഴി. ഓ ആവനാഴി സേവനാഴി ആകാൻ പോലും അറിയാത്തവനൊക്കെയുള്ള തലകരിയാൻ വന്നേക്കണം. എന്റെ ദൈവമേ. എടാ നിനക്കെന്താ വയ്യേ? എടാ ഫണ്ട് ഇവളുടെ വാക്ക് കേട്ടെ പുഴ കിടന്നവളെ കാണാൻ പോയതാ. അതേ അന്ന് കിട്ടിയതാണ് ഈ വെട്ടറിയോ? അതെന്ത് പറ്റിയതാ? എടാ പാതിരാത്രി പുഴയിലേക്ക് എടുത്ത് ചാടിയതാ. പുഴയിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. ഓ നേരെ ഒരു കല്ലിന്റെ മുകളിൽ ഞാൻ വീണത്. 1.5 മണിക്കൂറിന് നീങ്ങി കിടക്കേണ്ട പുഴ ഞാൻ കടന്നേ 2.5 ദിവസം കൊണ്ട്, അറിയാമോ? പിന്നെ ഒന്ന് എണീറ്റ് നടന്നുകൂടായിരുന്നോ? അതിലൊരു ത്രില്ലില്ല നീ. ശരി. എടാ അതാ ഞാൻ പറഞ്ഞ, അവർക്ക് വേറെ പണിയൊന്നുമില്ല. വല്ല ഒറ്റമൂലി വാങ്ങിച്ച് തലേ തേച്ചാ പോരെ. അമ്മക്ക് ബ്ലഡ് തന്നെ വേണമെന്ന്. ബ്ലഡ് തന്നെ വേണമെങ്കിൽ 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. ഹലോ, നാട്ടുകൂട്ടം വാട്സാപ്പ് കൂട്ടായ്മയിലേക്ക് സ്വാഗതം. നമ്മുടെ സുഹൃത്തിന് അത്യാവശ്യമായിട്ട് ബി പോസിറ്റീവ് ബ്ലഡ് ആവശ്യമുണ്ട്. അപ്പോൾ ബി പോസിറ്റീവ് ബ്ലഡ് ഉള്ള ആൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെടുക. വരുന്ന ആൾക്കാർക്ക് ഒരു ബണ്ണും ഫ്രൂട്ടിയും കൊടുക്കുന്നതായിരിക്കും. പോരും ബ്ലഡ്. എനിക്ക് കണ്ട നാട്ടുകാരുടെ ബ്ലഡ് ഒന്നും വേണ്ട. എനിക്ക് കാട്ടുകോഴിയുടെ ബ്ലഡ് തന്നെ വേണം. എടാ നീ ഒരു കാര്യം മനസ്സിലാക്കി. ഇപ്പൊ 12 മണിയായി. 1 മണിയാകുമ്പോൾ ഇവിടെ അൽഫാമിന്റെ തിരക്ക് കൊടുക്കും. ആ തിരക്കൊന്ന് ഒഴിഞ്ഞിട്ട് 4 മണിയാകുമ്പോൾ നമുക്ക് വൈകുന്നേരം അംഗത്തിന് പോയാൽ അതുപോലെ. ഇവിടെ അൽഫാം ഉണ്ടല്ലേ? ഉണ്ടോന്നോ? ഇവിടെ അൽഫാമല്ലേ മെയിൻ. മാമ, എനിക്ക് ശരിക്കും അംഗത്തിനൊന്നും ഒട്ടും താല്പര്യമില്ല. എന്നെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിന്നെ കൂടെ നടപടി ആവില്ലെന്ന്. എല്ലാ കഴിവുകളും കൂടി ഒരാൾക്ക് കൊടുക്കില്ലല്ലോ. ഒരു കഴിവില്ലാതെ ഇങ്ങനെയൊക്കെ പടച്ചിട്ടോ ദൈവമേ. എന്നിട്ട് അപ്പൊ അമ്മ എനിക്ക് 2 അൽഫാം ഓഫർ ചെയ്തു. 2 അൽഫാം? അതിനൊക്കെ തലരിയാൻ വന്നേ. ഓ ഒരു കാര്യം ചെയ്യാം, അതൊക്കെ 2 അൽഫാം കഴിച്ചു ചുമ്മാ ഇരുന്നുണ്ട്. എന്നാ പിന്നെ കഴിച്ച അത് കഴിക്കും, തൈരോട്ട് കഴിക്കും. പിന്നെ സ്വന്തം കടവല കണ്ടാൽ മതി. ഉണ്ണി, ഉണ്ണി, ആരോമൽ ഉണ്ണി, ആരെങ്കിലും എന്റെ ഉണ്ണിയെ കണ്ടോ? ആരെവിടെ കിടന്ന് മോണായിട്ട് കളിക്കണ? ഉണ്ണിയാർച്ച. വയസ്സാനാലും ഉണ്ണഴക് സ്റ്റൈലും ഉണ്ണ വിട്ട് എങ്കേയും പോകാതെ. കണ്ണ അത് ഞാൻ കൂടെ പിറന്നത്. ഉണ്ണിയാർച്ച എന്നെ തേടി വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. എല്ലാത്തിനും അതിൻ്റെതായ സമയമില്ലേ ചന്തു ചേട്ടാ? അതെ അതെ. എവിടെ എന്റെ മകൻ ആരോമൽ ഉണ്ണി? ഫ്ലോ എങ്ങ് പോയി. ഞാൻ നിങ്ങളെ പോലെ ഒരു സാധാരണക്കാരൻ. നിങ്ങളുടെ അത്ര ഹൃദയവിശാലതയൊന്നും എനിക്കില്ല. എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബം, എൻ്റെ കട, അതാണ് എൻ്റെ ലോകം. ആ ലോകത്തിലേക്ക് ക്ഷണിക്കപ്പെടാത്തൊരു അതിഥിയൊന്നും. എൻ്റെ കുടുംബം ശിഥിലമാക്കാൻ കെൽപ്പുള്ള ഒരാൾ. എൻ്റെ അപേക്ഷകളൊന്നും അയാൾ ചെവിക്കൊണ്ടില്ല. അപ്പം നിങ്ങൾ എന്റെ മകനെ ചതിച്ചു കൊന്നൂല്ലേ? അയ്യോ ഇല്ല, ആ അതിഥിയാണ് അകത്തിരുന്ന് കുബൂസ് കഴിക്കണത്. വിളിച്ചോ. ഇവിടെ വാടാ. മാമ,
ഇതിനാണോടാ ഇല്ലാത്ത പൊൻപണം മുടക്കി നിന്നെ ഞാൻ ഇങ്ങോട്ട് അയച്ചത്? എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു എനിക്ക്. ഇതാണ് പറഞ്ഞ പിള്ളേരെ വളർത്തുന്ന പ്രതീക്ഷ ഒന്നും പാടില്ല. അതെ, എക്സ്പെക്ടേഷൻ ഓ, ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നീ ഇപ്പൊ ഇയാളുടെ ഭാഗത്ത് ചേർന്നില്ലേ? നീ മിണ്ടരുത്. നീ ഉൾപ്പെടെയുള്ള പെൺവർഗം മറ്റാരും കാണാത്ത കാണും. നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് വെറുക്കും, ചിരിച്ചുകൊണ്ട് കരയും. ബസ്സിൽ കയറി ലൈവ് ഇടും. ഓ, ഇയാളെ തോൽപ്പിക്കാനല്ലേടാ ഞാൻ നിന്നെ ഇങ്ങോട്ട് അയച്ചത്. തോൽപ്പിച്ചിട്ടുണ്ട് പലരും പല വട്ടം. വിരലടയാളം ശരിയിൽ നിന്ന് റേഷൻ കടക്കാരനെ തോൽപ്പിച്ചു. സ്നേഹത്തിനേക്കാൾ മൂല്യം ഫോളോവേഴ്സിന് ലൈക്കിനാണെന്ന് പറഞ്ഞ് സ്നേഹിച്ച പെണ്ണുവിനെ തോൽപ്പിച്ചു. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം ഇനിയും ബാക്കി. അറിയില്ലേ മാമ? ഉണ്ണിയാർച്ചേ, നീ ചെയ്തത് തെറ്റ്. അടി സക്കേ. വന്നവനും നിന്നും ഒന്നായ സ്ഥിതിക്ക് ഒരു കാര്യം ഉറപ്പ്, നീ തന്നെ. കഥയിലെ വില്ലത്തി ഞാൻ തന്നല്ലേ. എന്നാലും എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. 10 മാസം നൊന്ത് ചുമന്ന് പെറ്റതല്ലേടാ നിന്നെ ഞാൻ. ബാക്കിയുള്ളവരെ കട വെച്ച് വിരിയിക്കുകയാണല്ലോ. ഒന്ന് പറയോടുന്നു. എന്നാലും നീ ചതിയന്റെ വാക്ക് കേട്ട് ഈ അമ്മയെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ മോനെ. എനിക്കിനി ജീവിക്കണ്ട. അമ്മ അരുത്. അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇയാളുടെ തലയിറക്കും. അതെ, അതാണ് എനിക്ക് വേണ്ടത്. ആള് തരൂ. മാമ, എന്നോടൊന്നും തോന്നരുത്. എന്റെ അമ്മയുടെ അഭിമാനമാണ് എനിക്ക് വലുത്. അതിനുവേണ്ടി ഞാൻ ഈ തലയങ്ങ്. ഒരു മിനിറ്റ്, എനിക്കൊരു അവസാനത്തെ ആഗ്രഹം ബാക്കിയുണ്ട്. അത് നടത്തി തരാന്ന് ഉണ്ണിയാഴ്ച സമ്മതിച്ചു കഴിഞ്ഞാൽ എന്റെ തലയിർത്തോ? വേണ്ട, അയാള് ചതിയനാ. അയാളുടെ ഒരാഗ്രഹം നടത്തി കൊടുക്കില്ല. ഇല്ലമ്മ, ചന്തുമാമ പാവം. അമ്മ ലാസ്റ്റത്തെ ആഗ്രഹമല്ലോ, ഒന്ന് സാധിച്ചു കൊടുത്തേക്ക്. ശരി, ഈ പുത്തൂരം വീട്ടിൽ ഉണ്ണിയാർച്ച ചന്തുവിന്റെ ആഗ്രഹം എന്താണെങ്കിലും അത് സാധിച്ചു തന്നിരിക്കും. ലോകനാർ കാവിലമ്മയാണ് സത്യം. അമ്മ സമ്മതിച്ചിരിക്കുന്നു. എന്താണ് ആഗ്രഹം? അത് ഒന്നുമില്ല. ഉണ്ണിയാഴ്ച പഴനി പോയി തല മുണ്ടറിഞ്ഞിട്ട് അത് കണ്ടിട്ട് വേണം എന്റെ തല ഇറക്കാൻ. അത്രേ ഉള്ളൂ. അമ്മ ഓ, നിസ്സാരം. ഈ ചതിയന്റെ തലയെടുക്കാൻ അത് ചെയ്യാൻ ഞാൻ റെഡി. അമ്മ തയ്യാർ. ഇനി ആ തലങ്ങ് ഞാൻ. ഇല്ല 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 ഇല്ല. നിനക്ക് ശരിക്കും എന്തിനാ എന്റെ തല? തലവെട്ടിയ രക്തം കൊണ്ടുപോകണം നമുക്ക് മുടി കെട്ടാന്ന്. ആണല്ല. ആ. എടാ, അമ്മയുടെ തല മുണ്ടറിഞ്ഞത് പിന്നെ എന്തിനാടാ എന്റെ തല വെട്ടണത്? എന്റെ ഭഗവതി, ഈ ചതിയൻ വീണ്ടും നമ്മളെ ചതിച്ചു മോനെ. ചന്തുവിന്റെ കളികൾ നിങ്ങൾ കാണാതിരിക്കുന്നേ ഉള്ളൂ. മാമ